അമ്മച്ചി. ഈ ഉടുകി ഇവൻ ചൊതേ ബന്ധം കാണത്ത് ഇങ്ങനത്തെ ഇത് ഒരു ചാള ചായ ചായ అల్లి ఉందా అల్లి ఉందా ഇവളുടെ ചായയുടെ പൈസ വേറെ ഞാൻ തരൂല. ആ ഇടത്തൻ ഒരു ಶ್ರೀಹಳ್ಳಿ ಇಲ್ಲಿಂದ ಎಷ್ಟು ದೂರ ಆಗುದು? ಒಂದೂವರೆ ದಿವಸ ಆಗ್ತದೆ. ಓ ಹಂಗೇನು, ಒಂದೂವರೆ ದಿವಸ ಪ್ರಯಾಣ ಆಗ್ತದೆ. ಹೌದು. ഇവക്ക് എങ്ങനെ അറിയാം? നീ കാട്ടുജാതിയാ? അതാണ് കുരങ്ങിന്റെ സ്വഭാവം. എന്നോട് മിണ്ടണ്ട. മിണ്ടണ്ടെന്ന് പറഞ്ഞ ഈ വൃത്തികെട്ടവന്മാര് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. തിരിച്ച് നാട്ടിൽ ചെല്ലണമെങ്കിൽ നമുക്ക് വഴി ചോദിച്ചറിയണ്ടേ? അറിയാവുന്ന വഴി അങ്ങ് പോയാ മതി. എത്തുമ്പോ എത്തട്ടെ. എനിക്ക് ഇപ്പൊ തന്നെ അങ്ങ് എത്തണമെന്ന് വലിയ നിർബന്ധമൊന്നും. നിനക്ക് കാണൂല, നിന്നെ വീടും കൂടുമൊന്നുമില്ല, അയച്ചു വിട്ടിരിക്കല്ലേ. നമ്മൾ തമ്മിൽ മിണ്ടണ്ടെന്ന് പറഞ്ഞതല്ലേ? എന്നാ എന്റെ ചായയുടെ കാശ? ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ചായ വേണമെന്ന്. പിന്നെ അയാൾ തന്നപ്പോ വാങ്ങിച്ച് വിഴുങ്ങി എന്തിന്? അയാൾ തന്നു, ഞാൻ കുടിച്ചു, അത്രേ ഉള്ളൂ. എന്നോട് വെറുതെ വഴക്കിടാൻ വരണ്ട. പിന്നെ നമ്മളിങ്ങനെ പിണങ്ങിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ എന്തെങ്കിലും കടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും. കാർത്തുമ്പി പോയി വഴി ചോദിക്കുക. ഞാൻ വേണേ കുട്ടിയെ വീട്ടിൽ കൊണ്ടുവിടാം. അതൊന്നും വേണ്ട. പിന്നെ വഴി ഞാൻ ചോദിക്കാം. പക്ഷേ എനിക്കൊരു കാര്യം വേണം. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. നേക്ക് മുദ്ദു ഗൗ. അതെന്തോന്നു മുദ്ദു ഗവു? മുദ്ദു ഗൗ? മുദ്ദു ഗൗ? അയ്യേ, ഒരിക്കലും അതൊന്നായിരിക്കും. ചോദിച്ച വഴിയുണ്ട്, പക്ഷെ 2 നാള് കഴിഞ്ഞേ പോവാൻ പറ്റൂന്ന്. എന്താ? പുഴയില് മലവെള്ളം ഇറങ്ങിയിട്ട് കാട്ടുവഴി മൂടിക്കിടക്കുക അത്ര. പുഴ ഇങ്ങോട്ട് ഒരു പുഴയും കടലൊന്നും കണ്ടില്ലല്ലോ. അങ്ങനെ ഒരു വഴി അവർക്കാർക്കും അറിയില്ലാന്ന്. പുഴയിൽ വെള്ളം ഉണ്ടെന്ന് ഈ തോലന്മാർക്ക് എങ്ങനെ അറിയാം? തേനും കൊണ്ട് ചന്തയ്ക്ക് പോയ കാടന്മാര് മടങ്ങി എത്തിയിട്ടില്ല, അക്കരെ കുടുങ്ങിയിരിക്കാന്ന്. അപ്പുറത്താ നമ്മുടെ നാട്. ഇത് മൈസൂരാ. മൈസൂരാ? ദൈവമേ, ശത്രുക്കൾക്ക് പോലും എന്തൊരു ഗതി കൊടുക്കരുത്. ഈ വഴി മാറി എവിടെയെങ്കിലും കിടക്കണമെന്ന് അവര് പറയണത്. സന്ധ്യ കഴിഞ്ഞാ ഈ വഴി കാട്ടാൻ ഇറങ്ങുന്നു. പക്ഷെ തീ കൂട്ടിയിട്ടിരിക്കണണ്ട അടുത്ത് വരില്ല അത്രേ. ഏയ്, എന്താ ആലോചിക്കുന്നത്? നിന്റെ അമ്മൂമ്മയ്ക്ക് നല്ലൊരു നായരെ കിട്ടുമെന്ന് ആലോചിക്കായിരുന്നു. എന്നിട്ട് കിട്ടിയോ? ഭഗവാനെ, ആ വഴി പോയി കിടന്നാ മതി. അയ്യോ, കാട്ടാനാ. ചവിട്ടിക്കൊന്ന് അതോടെ അങ്ങ് തീരുമല്ലോ. എന്റെ സമയം വെച്ച് നോക്കുമ്പോ ഒരാഴ്ച കിടന്നാ കൂടെ കാട്ടാന പോയിട്ട് ഒരു കുഴിയാന കൂടെ വരൂല. വിശന്നിട്ടാണെങ്കിൽ മനുഷ്യന് കണ്ണും കണ്ടുകൂടാ. കാലത്ത് കവലേന്ന് വല്ലതും വാങ്ങിച്ചോണ്ട് വന്നാ ഞാൻ വെച്ചുണ്ടാക്കി തരാം. പക്ഷേ ഒരു കാര്യമുണ്ട്. നേക്ക് മുദ്ദുകവും. എന്താ മുദ്ദുകവും? ഇതേ വല്ലതും പറയാണ്ടേ നേരെ ചൊവ്വേ പറയണം. കുറെ നേരമായിട്ട് ഞാൻ കേൾക്കുക. കളിയാക്ക നീ ഒരു മുദ്ദുകവും. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടാ. എവാളുതേ അക്കരയേലു. എവാളുതേ അക്കരയേലു. ചീലാക്കോട്. ആ ചീലാക്കോട്. എവാളുതേ അക്കരയേലു. അരി അതിനാണ് എവാളുതേ അക്കരയേലു. ഇങ്ങനൊരു ഭാഷ ഈ ഭൂലോകത്ത് ഇവിടെ മാത്രമേ കാണൂ. ഇവക്കിതെങ്ങനെ അറിയാം?
മുദ്ദുകവും ഇത് വെച്ചോണ്ട് അവള് കുറച്ചായിട്ട് കളിക്കുന്നുണ്ട്. ഇവനോട് ചോദിക്കാം. 3 മുദ്ദുകവും അമ്മച്ചി ചോദിച്ചാലോ? ಮುದ್ದಗವು ಏನೋ ಏನೋ ಎಂದೆ ಏನ್ ಕೇಳ್ದೆ ನಾನು ಕೊಂದಾಕ್ಬಿಟ್ನಿ ನೋಡು ಮಗನೇ ನಮ್ಮೂರಿಗೆ ಬಂದು ನನ್ನ ಹತ್ರನೇ ಮಾತಾಡ್ತಾ ಇದೀಯಾ ಈ ಕಡೆ ಬಂದ್ ನೋಡು ಏನ್ ಮಾಡ್ತೀನಿ ಮುದ್ದುಗವು 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 ಇಲ್ಲೋಡು ಗೌರಿ, ಸ್ವಲ್ಪ ನೀರ್ ತಗೊಂಬ. ನಾನು ಜಲಕ ಮಾಡಿಬಿಟ್ಟು ತಗೊಂಡು ಬರ್ತೀನಿ. ಒಂದೇ ಒಂದು ಮುದ್ದುಗವು ಮುದ್ದುಗವು ಪರವಾಗಿಲ್ಲ. ಬೇಡ ಬಿಡಿರಿ, ಮುದ್ದುಗವು ನನಗೆ ನಾಚಿಕೆ അലിയ അഴിച്ചുവിടുക, അഴിച്ചുവിട്. വിടൂല്ലേ? അയ്യോ, എന്ത് പറ്റി? ಹೊಸ ಮದುವೆ ಆಗಿದೆ ಗಂಡ ಹೆಂಡತಿ ಮೊದಲನೇ ರಾತ್ರಿ ಕೋಳಿಗಳಿಗಿದ್ದಾರೆ ಬಗ್ಗೆ ನೋಡ್ಲಿಕ್ಕತ್ತಾನೆ. ಕೆಲವು ದಿವಸಗಳಿಂದ ಇಲ್ಲಿ ಕಳ್ತನ ನಡೀತಾ ಇದೆ. ಅದು ಸಂಬಂಧಪಟ್ಟ ಆಳಾಗಿರ್ಬೇಕು ಇವನು. ಪೊಲೀಸರು ಹಿಡಿದುಕೊಡ್ಬೇಕು. ಅವರೊಂದು ತಪ್ಪು ಮಾಡಿಯೇನೆ, ಕ್ಷಮಿಸಬೇಕು. ಇವನ್ ತುಂಬಾ ಕೆಟ್ಟವನು. ನಮ್ಮ ವಯಸ್ಸೇನು ನನ್ನ ಹತ್ರನೇ ಬಂದು ಬೇಡಿದ ಮಾತೆಲ್ಲ ಮಾತಾಡಿದಾನೆ. ನನ್ನ ಅಂಗಡಿಗೆ ಬಂದ್ ಕೂಡ ಬೇಡದ ಮಾತೆಲ್ಲ ಮಾತಾಡಿದಾನೆ ಇವನು. നാണമില്ലേ മനുഷ്യ, എന്ത് വൃത്തിയായി കാണിച്ചത്? അത് അമ്മച്ചിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണ്. അല്ലാതെ അയ്യേ, ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണ്. ഭാര്യയും ഭർത്താവും കിടക്കുന്ന മുറിയിൽ ഒളിഞ്ഞു നോക്കിയിട്ടല്ലോ തന്നെ ഇവിടെ പിടിച്ചു കിട്ടിയത്. ആ സ്ത്രീയെ കിടക്കാരനെ താൻ അവമാനിച്ചില്ലേ? ഇവിടെ കുറെ നാളായി നടക്കുന്ന മോഷണം മുഴുവൻ താനാ ചെയ്യുന്നെന്നാ അവര് പറയുന്നേ. തന്നെ പോലീസിനെ വിളിക്കാൻ ടൗണിലേക്ക് ആള് പോയിട്ടുണ്ട്. മല്ലിക്കെട്ടുന്നൊരു പോലീസുകാരനെ പറ്റി താൻ കേട്ടിട്ടുണ്ടോ? തല്ലി കൊന്നാ പോലും അയാളോട് ആരും ഒന്നും ചോദിക്കില്ല. അല്ലറ ചില്ലറ പണി ചെയ്ത് കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരൂടെ തന്നെപ്പോലുള്ള അലവലാദികൾ വന്ന് നാറ്റിക്കും. ನನ್ನ ಗಂಡನೆ ಕಾಪಾಡ್ರಿ, ಸದ್ಯ ಈ ಜಾಗ ಬಿಟ್ಟು ಹೊರಡೆ ಬಿಡ್ತೀನಿ. ನನ್ನ ಬೊಟ್ಟಿನ ಉಳಿಸಿಕೊಡ್ರಿನ ತಾಯಿ. ಎಲೆ ಕೊಸರ ಏನಮ್ಮ ಪಾಪ ಇವಳ ಗಂಡನ ಹೆಸರ್ತಿ ಕ್ಷಮಿಸ್ ಬಿಡ್ರಿ, ಇಲ್ಲಿಂದ ಹೋಗಿ ಬಿಡ್ತಾರೆ. ലങ്ങേര് പറഞ്ഞു. മൊത്തമ്മ ഈ ജംഗിളാകെ വരുവാൻ ഉഷാർ പോകും. ഇയാൾ ഇതെന്തോന്ന് പറയണ? തന്റെ ഭാര്യ കരഞ്ഞു പിടിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ വിടുക. ആര്? ഉടനെ സ്ഥലം വിട്ടോണം. മേലിൽ ഈ കാട്ടിൽ കണ്ടുപോരുന്ന പറയുന്നത്. തടി ചീത്തയാണ്ടെങ്കിൽ ഒന്ന് തൊഴുത് മാപ്പ് പറഞ്ഞു. കൈ രണ്ടും കൂടെ കെട്ടി വെച്ചിട്ട് ഞാൻ എങ്ങനെ തൊഴും? ഈ മാപ്പെന്ന് പറയുന്ന ഇവരുടെ ഭാഷ ചീത്ത വല്ലതും ആണെങ്കിൽ അതിനുള്ള ശിക്ഷ വേറെ അനുഭവിക്കണം. ലേലു അല്ലൂന്ന് പറഞ്ഞാ മതി. എന്തോന്ന്? ലേലു അല്ലൂന്ന്. ലേലു അല്ലു ലേലു അല്ലു ലേലു അല്ലു അഴിച്ചുവിട്. അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ഇങ്ങനൊരുത്തന്റെ കൂടെ നടന്നിട്ട് മാനവും കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞത് മുജ്ജന്മ സുഹൃതം. വല്ലവരുടെയും കിടപ്പുമുറിയിൽ ഒളിഞ്ഞു നോക്ക്. തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ ചെയ്യൂ. പുറത്തു മാഞ്ഞ്
ഉള്ളി തനി ആഭാസൻ. ഓ, എങ്ങനെയാ എന്റെ ദേവിയെ മനുഷ്യന്മാരുടെ ഉള്ളറിയാ? മതി, നിർത്തടി. ഉള്ളറാണെങ്കിൽ ഇന്ന് എന്റെ വാക്കകത്തോട്ട് ഇറങ്ങി നോക്ക്. അധികം ഞെളിയല്ലേ, ഒളിഞ്ഞു പോവും. എന്തൊക്കെ പൊഴിഞ്ഞ് കെട്ടുന്നുണ്ട്. കളിയാക്കല്ലേ എന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ. പിന്നെയും കളിയാക്കി. ഒരു മുദ്ദുകവും. അതെന്താന്ന് കണ്ടുപിടിക്കാൻ പോയിട്ടാ വേണ്ടാത്ത കുടിക്കലൊക്കെ ഞാൻ പോയി ചാടിയത്. ഒരു വല്യമ്മയുടെ തല്ല് കിട്ടി, കാടന്മാരൊക്കെ എന്നെ പിടിച്ചു കെട്ടി, മാനവും പോയി. അപ്പൊ പിന്നെ അതും പറഞ്ഞ് കളിയാക്കി. അർത്ഥം പറഞ്ഞു കഴിഞ്ഞപ്പോഴാ അതുവരെ ഒതുക്കി വെച്ചിരുന്ന ദേഷ്യവും സങ്കടവും നാണക്കേടും ഒക്കെ പുറത്തു വന്നത്. മനഃപൂർവ്വം അല്ല, ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. എങ്ങനെ ക്ഷമ ചോദിക്കണമെന്ന് അറിയാമായിരുന്നെങ്കിൽ. വേണ്ട, തെറ്റ് എന്റെയും കൂടെയാ. പുഴയിൽ വെള്ളം കയറിയെന്നൊക്കെ ഞാൻ കള്ളം പറഞ്ഞതാ. ദേഷ്യം വന്നപ്പോഴ് വെറുതെ 2 ദിവസം മാണിക്കനിട്ട് കുരങ്ങളിപ്പിക്കാൻ തോന്നി. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാനും കരുതിയില്ല. ഞാൻ കാർത്തുമ്പി വീട്ടിൽ ചെല്ലുമ്പോ ഇല്ല, നേരത്തെ മാണിക്കൻ തന്നെ പറഞ്ഞില്ലേ എനിക്ക് വീടും കൂടെ ഒന്നുമില്ല. പിന്നെ ആകെ ഉണ്ടായിരുന്നത് ഒരു മൂത്ത പെങ്ങളാ. നേരത്തെ കാടന്മാര് പറഞ്ഞില്ലേ ഒരു മല്ലിക്കെട്ടിനെ പറ്റി? അതാ എന്റെ പെങ്ങളുടെ ഭർത്താവ്. മൈസൂർ പോലീസിലാ. അവിടുത്തെ ഏറ്റവും വലിയ റൗഡിയും പോലീസും ഒക്കെ മല്ലിക്കെട്ട. അയാളുടെ നിഴല് കണ്ടാ മതി, നാട്ടുകാര് വിറയ്ക്കും.